യൂറോപ്പിൽ നിന്ന് ശക്തമായൊരു കറുത്ത കുതിരകളാൻ സാധ്യതയുണ്ട്. നോർവേ സ്റ്റേൽസോൺ ബെക്കൻ എന്ന് പറഞ്ഞ കോച്ചാണ് ഇവിടെ കോച്ച്. ഹർലിംഗ് ഹാളണ്ട് ശക്തമായ കളിക്കാരനാണ്. അതടങ്ങിയ നോർവേ കുറേ വർഷത്തിന് ശേഷം യോഗ്യത നേടിയിട്ട് യൂറോപ്പിൽ നിന്ന് ശക്തമായ ടീമാണ് യോഗ്യത നേടി വരുന്നത്. പിന്നെ ഒരു അഭാവം എന്ന് പറഞ്ഞാൽ 3 ലോകകപ്പിന് പുറത്തായ ടെൻഷൻ ഇറ്റലി. ഈ 3 കുറേ ആരാധകരുടെ ടീം ഇനി 3 ലോകകപ്പിൽ ഇപ്പോൾ ഇറ്റലി പുറത്താണ്. ബോസ്നിയ എന്ന് പറഞ്ഞ രാജ്യത്തോണ്ട് പ്ലേ ഓഫിൽ ഫൈനലിൽ ഇറ്റലി പുറത്താണ്. കുറച്ച് ലോക്കൽ ടീമാണ് ബോസ്നിയ. ഓലോണ്ട് പോലും 48 രാഷ്ട്രം ആയിട്ട് പോലും ഇറ്റലിക്ക് യോഗ്യം നേടാൻ കഴിയാത്ത ഒരു ക്ഷീണമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ആരാധകർക്ക് ടെൻഷനുണ്ടാവും. അതേമാതിരി പിന്നെ ബ്രിട്ടൻ ഭാഗ്യം കുറഞ്ഞൊരു ടീമാണ് ബ്രിട്ടൻ. പക്ഷേ അതിൽ തോമസ് ടുങ്കൽ എന്ന് പറഞ്ഞ കോച്ചാണ് പോലെ കോച്ച്. അത് ആരും കെയിനൊക്കെ ഉണ്ട്. പക്ഷേ ബ്രിട്ടൻ മോശക്കാരല്ല. പിന്നെ ശക്തമായ ടീം തന്നെയാണ് ബ്രിട്ടന്. ഭാഗ്യം കുറഞ്ഞ ഒരു ടീമാണ്. പിന്നെ ശക്തമായ ടീമാണ് യോഹാൻ ക്രൈഫുള്ള കാലഘട്ടത്തിലൂടെ ശക്തമായ ടീം നെതർലാൻഡ്സ്. ഹോളണ്ട് ശക്തമായ ടീമാണ്. പക്ഷേ ഭാഗ്യം ഇതുവരെ വേൾഡ് കപ്പ് യോഹാൻ ക്രൈഫുള്ള കാലത്തിലൂടെ നേടാൻ സാധിക്കാത്തൊരു ടീമാണ് നെതർലാൻഡ്സ്. അപ്പോൾ നെതർലാൻഡ്സിൽ ചില്ലറക്കാരെല്ലാം 4-5 രാജ്യം ശക്തമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഒന്നാം റൗണ്ട് കളി തുടങ്ങണം പൂർണ്ണമായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്.